ഫ്രണ്ട്സ്, എല്ലാവർക്കും മിയ സൈദ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം മിനി ഊട്ടിക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ മിനി ഊട്ടിക്ക് പോകണ വഴി പറഞ്ഞാൽ നല്ലൊരു മോശപ്പെട്ടൊരു വഴിയാണ് കേട്ടോ. കുറേ മലയും ചെരിവും ഒക്കെ ഉള്ളൊരിതാണ് കേട്ടോ. ഒരു കാട് മൂടി കിടക്കണ പോലെ അപ്പുറത്തും ഇപ്പുറത്തും കാടും നടുവിലൊരു റോഡാണ് കേട്ടോ. അങ്ങനെ തിരിച്ചാലൊന്നും അത്രയ്ക്ക് സ്ഥലമല്ല. റോഡ് നല്ല കുണ്ടും കുഴിയും ഒക്കെ ഉള്ളൊരു റോഡാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിത് അങ്ങനെ മിനി ഊട്ടിയിലെത്തിയിട്ടോ. അപ്പോൾ ഇത് മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്ക് ആണ് പാർക്കിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്കൊക്കെ ചെന്നു കേട്ടോ. ഞങ്ങൾ ഒരു 2 മണിക്കൊക്കെ ഒരു 12 മണിയൊക്കെ ഞങ്ങൾ പോന്നു കേട്ടോ. അവിടേക്ക് 3 മണിയൊക്കെ ആയപ്പോൾ എത്തി. അപ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മറ്റേ മിനിയൂട്ടിൻ്റെ പാലത്തേക്ക് കയറിയില്ലേ, അഗ്ലത്തേക്ക് കയറിയപ്പോൾ അത്രയ്ക്ക് ആളുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ 30 രൂപയാണുള്ളത്. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വേറൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല നീളമുണ്ട്. ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഉണ്ട് കേട്ടോ. കേരളത്തിലെ നമ്പർ 1 ബ്രിഡ്ജാണ് കേട്ടോ. അപ്പം ഞാനത് സൈഡിൽ കൂടി പേടിച്ച് പോയിട്ടോ. അപ്പം ഞാൻ കരുതി അപ്പുറത്തെ ബ്രിഡ്ജ് പണിയില്ല, അറ്റം വരെ പോകുന്നുണ്ട്. പിന്നെ എങ്ങനെ ഞാൻ ഈ ചെറുതുമ്മ കയറണേന്നൊക്കെ. അപ്പം ഞാനതാ എളുപ്പം ഇങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ മെല്ലെ വരുന്നത് കേട്ടോ. താഴെ നോക്കി പോവുകയാണെങ്കിൽ ഒരു നല്ല പേടിയുണ്ട് കേട്ടോ. പക്ഷെ നേരെ പോവുകയാണെങ്കിൽ പേടിയൊന്നുമില്ല. നമ്മൾ സാധാ നടക്കണ പോലെ ഉണ്ട്, നടന്നു പോയാൽ മതി കേട്ടോ. എനിക്ക് പേടിയൊന്നും. ഞാൻ എല്ലാവരോടും ഇങ്ങനെ നടക്കുമെന്ന് പറയാം, പൊട്ടുവോന്ന്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അറ്റെത്തുമ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഒറ്റ പോടുന്നു. അപ്പോൾ അവിടെ ഒരു കയറാനുള്ള സ്റ്റെപ്പ് മാതിരി ഇതുണ്ട്. അപ്പം അങ്ങനെ ആൾക്കാർ കൂടി വരുന്നുണ്ട് കേട്ടോ. ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ 100 രൂപ കൊടുത്താൽ അവർ ഫോട്ടോ എടുത്ത് തരും. പിന്നെ ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ അതൊക്കെ ഒരു ഇത് പോകുന്നുണ്ട്. പിന്നെ ഞാനിവിടെ അല്ലേ ഇതിൻ്റെ മാതിരി നിൽക്കുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാൻ ഞാൻ കാലൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനത്തിൽ കയറാൻ ഞാൻ കുറേ നോക്കി, എനിക്ക് കഴിഞ്ഞില്ല. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചറിയില്ല. പേരറിയണവർ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കുറേ ഇതിൽ വന്ന് കയറാനൊക്കെ നോക്കി പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നു കേട്ടോ. ഞാൻ അവിടെ ഒരു സംഭവം ഉണ്ടായി, അതിന്മേൽ കയറി എടുത്തു. പിന്നെ ഞാൻ വീഡിയോ വെക്കുന്നു, വീഡിയോട് എനിക്കൊരു തോക്ക് പൊന്തില്ലാത്തോടെ അടുത്തത് പോക്കി. അതും കുറച്ചൊക്കെ പൊന്തുണ്ട്, എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഉണ്ട് നോക്കിയിട്ട് അടുക്കി വയ്ക്കുന്നു. പക്ഷേ അതിലുണ്ടായില്ല. അതോ അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. ലവ്, ബട്ടർഫ്ലൈ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ചിറകിൻ്റെ അവിടെ എത്തും കരുതി, പക്ഷെ അങ്ങോട്ട് എത്തിയില്ല. പിന്നെ ഞാൻ റേസിങ് കാറായിരുന്നു കേട്ടോ. എൻ്റെ റബ്ബേ, സ്പീഡ് ഞാൻ വെറുതെ വന്നതാണ്. ഇല്ലടത്തൊക്കെ മുട്ടീന്നു ഞാൻ കേട്ടോ. ഒന്ന് വേഗം തിരിച്ച് അപ്പം മുട്ടും. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ഓട്ടീന്. അപ്പം ഞാൻ കരുതി എൻ്റെ അടുത്ത് കാറും ബൈക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ എങ്ങനെ ഓട്ടുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കാക്കു എൻ്റെ റബ്ബേ തിരിച്ചല്. ഞാൻ കയറിയിട്ട് തല മിന്നീന്നു. അപ്പം ഞാൻ നിർത്തുന്നൊന്നും പറഞ്ഞിട്ട് കറക്കല്. ഒന്ന് അവിടെ കറക്കുക, ഒന്ന് ഇവിടെ കറക്കും. ഒന്ന് ഓട്ടാൻ പറഞ്ഞാലോ അത് ഓട്ടും. എങ്ങനെ കറക്കിയിട്ട് ഓട്ടും കേട്ടോ. അപ്പോൾ അവിടെ 3 കാറാണ് ഉള്ളത്. ഇതിന് ഒന്നിന് 100 രൂപയാണ് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടാളും 100 രൂപേൻ്റെ പകുതിയാക്കി 7 മിനിറ്റ് ആക്കിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഗെയിം ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല കേട്ടോ. എനിക്ക് കയറാൻ പൂതി ഉണ്ടായിരുന്നു.
പിന്നെ വേണ്ട ഇരുത്തി. ഞാൻ ഇതിമ കുറേ നോക്കി, പക്ഷെ എന്താ ചെയ്യേണ്ട അറിയില്ല. ഞാൻ കുറേ കണ്ണോണ്ട് ആ ഓട്ടിക്കൊക്കെ നോക്കി, പക്ഷെ എന്താണെന്ന് പറയാറില്ല. പിന്നെ ഞങ്ങൾ പോയത് പ്രേതത്തിനെ കാണാനും. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയത് അണ്ടർ വാട്ടർ തന്നെ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് മീനിനെ കാണാൻ പോയതാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ഹെറർ ഹൗസാണ് അപ്പം ഇനി ഞങ്ങൾ പോയത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സീ യു.